ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഏതാണെന്നറിയുമോ? എന്നും എപ്പോഴും സന്തോഷം മാത്രമുള്ള ഒരു രാജ്യമാണ് ഫിൻലാൻഡ്. എന്താണ് ഇതിന് പിന്നിലുള്ള കാരണമെന്നറിയുമോ? ഒരു രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും എക്കാലവും ഇത്ര സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുമോ? എന്തുകൊണ്ടാണ് ഫിൻലാൻഡ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായിരിക്കാൻ കാരണം? നോക്കാം. ഫിൻലാൻഡിലെ വിദ്യാഭ്യാസ സമ്പ്രദായം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ വിദ്യാർത്ഥികൾ പരസ്പരം മത്സരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മാർക്ക് കുറയുമോ എന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ടെൻഷനേ ഇല്ല. മത്സരത്തേക്കാൾ കൂടുതൽ അറിവ്, താല്പര്യം, കഴിവുകൾ എന്നിവ വളർത്തിയെടുക്കുന്നതിലാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം കൂടുതൽ ഊന്നൽ നൽകുന്നത്. കൂടാതെ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ ഫിൻലാൻഡിൽ വിദ്യാഭ്യാസവും പൂർത്തിയാക്കാം. ഫിൻലാൻഡിലെ വിദ്യാഭ്യാസം പൊതുജനങ്ങളുടെയും കൂടി ധനസഹായത്തോടു കൂടിയാണ് നടത്തുന്നത്. പണമില്ലാത്തതിനാൽ ഇവിടെ ആർക്കും അവസരങ്ങൾ നഷ്ടപ്പെടുന്നില്ല. മറ്റൊരു കാരണം ഇവരുടെ ആരോഗ്യ സംരക്ഷണമാണ്. പല രാജ്യങ്ങളിലെയും ജനങ്ങൾ സാമ്പത്തികം കാരണം ചികിത്സ വൈകിപ്പിക്കാൻ നിർബന്ധിതരാകുമ്പോൾ ഫിൻലാൻഡിലെ ആരോഗ്യരംഗം ജീവിതത്തിൽ സുരക്ഷിതത്വവും സ്ഥിരതയും ഉറപ്പാക്കുന്നു. മറ്റൊരു കാര്യം, ഫിൻലാൻഡിലെ ജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം മാത്രമല്ല, അവിടെയുള്ള ജനങ്ങൾക്കും പരസ്പരം വിശ്വാസമുണ്ട്. ഇത് കുറ്റകൃത്യ നിരക്ക് കുറയ്ക്കുകയും ജനങ്ങൾക്കിടയിൽ സുരക്ഷിതത്വ ബോധം ഉറപ്പാക്കുകയും ചെയ്യുന്നു. ജോലിക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന നഗരമാണ് ഫിൻലാൻഡ്. അതുപോലെ ജോലി ആർക്കും ഇവിടെ ഒരു ഭാരമായി അനുഭവപ്പെടാറുമില്ല. ന്യായമായ ജോലി സമയം, നല്ല തൊഴിൽ നിയമങ്ങൾ, അവധി, ആനുകൂല്യങ്ങൾ എന്നിവയ്ക്കുള്ള സൗകര്യങ്ങളെല്ലാം വാഗ്ദാനം ചെയ്യുന്ന രാജ്യമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ജോലിക്ക് പുറമെ മറ്റു കാര്യങ്ങൾക്കും ചെലവഴിക്കാൻ സമയം ലഭിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഫിൻലാൻഡ് ജനങ്ങൾക്കിടയിൽ കുറഞ്ഞ അസമത്വം ഉറപ്പാക്കുന്നു എന്നതാണ്. അതായത് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം താരതമ്യേന വളരെ കുറവാണ്. അതിലെല്ലാം ഉപരി പ്രകൃതി സൗന്ദര്യത്താൽ സമ്പന്നമാണ് ഫിൻലാൻഡ്. വനങ്ങൾ, തടാകങ്ങൾ, ശുദ്ധവായു എന്നിവയാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യവും കൂടിയാണിത്. ഇതെല്ലാം കൊണ്ടാണ് ഫിൻലാൻഡ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായിരിക്കാൻ കാരണം.